ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ കുറേ ഒരു ലോങ് ബ്രേക്കിന് ശേഷം വീഡിയോ ഇട്ട് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ലാസ്റ്റ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ വർക്ക് കഴിഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഇവിടെ സമയം 6 മണി കഴിഞ്ഞു, ഈവനിങ് 6 മണി. അതിപ്പിക്കാക്കൊന്നും വർക്കില്ല, ആള് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ സമയമില്ല. അതിൽ വലിയ മെയിൻ റീസൺ മടി. ഭയങ്കര മടിയാണ്. കാരണം ഭയങ്കര മടിയാണ്, 2 പേർക്കും ഭയങ്കര മടിയാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അധികം പുറത്ത് പോലൊന്നുമില്ല, പോവും പക്ഷെ കഴിക്കാനൊക്കെ പോവുള്ളൂ. അപ്പോൾ അത് ഷോർട്സ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് കുറേ ഷോർട്ട് വീഡിയോസ് എടുത്തിടും. എന്നിട്ട് പിന്നെ അത് എന്താ നോക്കുമ്പോൾ അതേക്ക് 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വരും. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിരിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് വേണ്ട, അങ്ങനെയൊക്കെ ഒരു മടി എന്ന് പറയാം, മെയിനായിട്ട് മടി. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ, അതായത് ദീപിക പറയുന്ന സംഭവം, അതായത് ദീപു പറയുന്ന സംഭവം എന്താ, അവളെ മീൻസ് നമ്മുടെ അടുത്ത് ക്യാമറക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ Q&A ചെയ്തപ്പോൾ എങ്ങനെയാണ് എന്നെ ഫസ്റ്റ് ഇഷ്ടമായത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വലിയ തലയാണ് എനിക്കിഷ്ടം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദീപു പുറത്ത് പോയിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ലുക്കിൽ നിൽക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ ഈ വീഡിയോ ഒന്നെങ്കിൽ ഇതിൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം എന്താ പറയുക പിന്നെ അതൊക്കെ പറഞ്ഞ ആ ഡയലോഗും ഞങ്ങളിതിൽ ആഡ് ചെയ്യാം. പിന്നെ ലുക്ക് മാക്സിമം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നുള്ളത്. ബട്ട് ട്രൈ ചെയ്യാം. പിന്നെ ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ സർപ്രൈസ് ആയിക്കോണം എന്നില്ല, അതാണ് പ്രശ്നം മൂപ്പിട്ട്. അപ്പോൾ ക്യാമറ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഫോണുള്ളൂ, മറ്റേത് ആളുടെ കയ്യിലാണല്ലോ. അപ്പം എൻ്റെ പഴയ ഫോൺ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലാരിറ്റി ഒന്നും അറിയില്ല, പക്ഷെ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഫ്ലോപ്പ് ആവുമെന്നും അറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഫ്ലോപ്പ് ആണെങ്കിലും അതല്ലെങ്കിലും ഞാൻ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ഒരു മേക്ക് ഓവർ ഇതിൽ കാണിക്കാൻ പറ്റുമെന്നും ശ്രമിക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അത് ഏതായാലും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഡ്രസ്സൊന്ന് മാറി, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് മുഖപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇത് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കണ്ണ് കണ്ടില്ല, കണ്ണ് ഞാൻ എഴുതിയില്ല. ഇപ്പോൾ വാലൊക്കെ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ അന്ന് ഞാനങ്ങനെ വാലൊന്നും ഇടൂല. അപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം എനിക്ക് അത്ര എന്താ പറയുക, എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ടാൽക്കം പൗഡർ, അതായത് നിവ്യ ടാൽക്കം പൗഡർ, കൺമഷി, ഇത്രയേ ഉള്ളൂ ഉണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മൾ ടാൽക്കം പൗഡറിൻ്റെ പകരം കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ മാറ്റം. പക്ഷേ പിന്നെ ലിപ്സ്റ്റിക്ക് അന്ന് ഞാൻ ഇടൂലായിരുന്നു. കമ്മിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വരുമ്പോഴത്തേക്ക് റെഡി ആയാൽ മതിയായിരുന്നു. ക്യാമറയും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വാലങ്ങ് മാച്ച് കളയണേ. എന്താ ലൈറ്റിങ്ങിനായ ഓക്കെ, എക്സ്പോഷർ കൂടി പോയത്. ഓക്കെ, വാല് മാച്ച് കളഞ്ഞു. പാല് വെച്ച് കളഞ്ഞു. എന്നിട്ട് ഒരു കാജൽ എഴുതി കൊടുക്കാം നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ. അയ്യോ, എനിക്ക് ക്യാമറ പറ്റുന്നില്ല തോന്നുന്നുണ്ട്. ഐ മീൻ ക്യാമറ കൊണ്ട് എഴുതാൻ നോക്കട്ടെ. സീനാണ്.
ഉണ്ടല്ലേ ഗൈസ്, ഞാനിത് എഴുതിയിട്ട് വരാം. കാരണം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്കായിട്ടാണ് ഞാൻ എഴുതല്. അപ്പോൾ ഞാൻ എഴുതിയിട്ട് വരാം. സോ ഗൈസ്, ഞാൻ ചുറ്റുന്നത് അന്ന് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പേപ്പറൊക്കെ വെച്ച് ഇതേപോലെ കോണാക്കി എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് ഇവിടെ ഒരു പിൻ ചെയ്യും. പിന്നെ അവിടെ നിൽക്കാണ് വെച്ച് അത്ര തന്നെ ശരിയാവും എനിക്ക് തോന്നുന്നില്ല. അന്ന് ഞാൻ പ്രോ ആയിരുന്നു. പ്രോ അല്ലാത്തത് കൊണ്ട് പിന്നെ A4 ഒന്നും ഇല്ല. ഇത് ഇവിടുത്തെ എന്തൊരു ബില്ല് വന്ന് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നതാണ്. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യപ്പറ്റ അന്ന് ഞാൻ ചെറിയ ഷോളൊക്കെ യൂസ് ചെയ്തു. ഭയങ്കര വലിയ ഷോള് ഒക്കെ എങ്ങനെ ചെയ്യാൻ പോകണമെങ്കിൽ അറിയില്ല. പിന്നെ അന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ സംഭവം. അതേ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. ഇപ്പം ഞാൻ വർക്കിന് പോയപ്പോൾ ഇട്ട ലിപ്സ്റ്റിക്കാണ്. സോ പിന്നെ ഞാൻ കൂടുതൽ ഇടാൻ തന്നിട്ടില്ല. ഇനിയിപ്പോൾ ആ ഒരു ലുക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട് ഗൈസ്. നല്ല ഷിറ്റ് കോലുണ്ടാവും കാണാൻ. മടിയൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ നാണം. ഇങ്ങനെയൊന്നും അല്ല ഇത്. ആരൊക്കെയോ ഡോർ അവിടെ ഇവിടെ കിട്ടുമ്പോൾ കാണാൻ വേണ്ടി പോകും. ഇത് അടിച്ചു വിടണ്ട കേട്ടോ. പിന്നെ യൂസ് ചെയ്യാത്തതുണ്ട്. എവിടെ ഓൺലൈനിൽ ഓക്കെ, ഞാൻ പോയി തപ്പി എടുത്തിട്ട് വരാം. ഗൈസ്, ഞാൻ ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നു. വലിയ കുറച്ച് ഇറക്കിയിട്ട് ഞാൻ ഇപ്പോഴാണ് ഫോട്ടോ നോക്കി. അപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. കുറച്ച് ഇറക്കിയിട്ട് എന്നിട്ട് കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു ഷോളും കൂടി ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഇവിടെ പെരുംചൂടാണ് ഗൈസ്. ഇവിടെ പെരുംചൂടാണ്. എന്തൊക്കെയായിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് എന്താ ചെയ്തിരുന്നു എനിക്കൊരു ഐഡിയ. ഇനിയിപ്പോൾ ഇതൊക്കെ ചുറ്റി ആളെപ്പം വരുന്ന ഞാൻ ആലോചിക്കണേ. ഞാൻ ഇതാക്കിയാണ്ട് എന്താ പറയുക സർപ്രൈസ് കൊള്ളാക്കണ്ട വിചാരിച്ചു ഞാൻ നേരത്തെ റെഡി ചെയ്ത്. ഇനി മൂപ്പര് ലേറ്റാണ്, ലേറ്റാവും. ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പെട്ടൊക്കെ മിസ്സാണ്. അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ഫൈൻ. ഞാനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തൊക്കെ ഒരു അല്ല അന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ നമുക്കിപ്പോൾ എത്രയായാലും അങ്ങോട്ട് കംഫർട്ടബിൾ ആവില്ലല്ലോ. ഒരു പേർക്ക് ഒരു വലിയ തലയില്ലേ, നോക്കൂ ഫ്രണ്ട് നോക്കൂ. അതാണ് പറഞ്ഞത്. കുഴപ്പമില്ലാത്ത വലിയ തല ആക്കിയിട്ടുണ്ട് ഞാൻ. അതല്ലേ അത് ഇത് ഞാൻ അങ്ങനെ തന്നെയാണോ ചുറ്റിയാണ് എനിക്ക് ഡൗട്ട്. നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ചുറ്റി നോക്കാം. കാരണം ഭയങ്കര കുറച്ചുകൂടി വലിപ്പമല്ലേ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു പൈസ, ഇങ്ങനെയായിരുന്നു അത്. ശരിയായത്. ശരി, ഇതായിരുന്നു ആ ലുക്ക് എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് തോന്നണത് ഇതാണത്. ഡ്രസ്സിങ് ഒന്നുമില്ല. ഞാൻ അധികം ചുരിദാർ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ. മോഡൽ വൈസ് ഉണ്ട്, പക്ഷെ അധികം ഞാൻ ചുരിദാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു.
ഞാൻ കുറച്ചു നേരം പോയിട്ട് ഫാമിലി ഇരിക്കട്ടെ, പിന്നെ ക്യാമറ എവിടേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഞാൻ എപ്പോൾ വരും എന്നുകൂടി നോക്കട്ടെ. ആൾസോ ഗൈസ്, അന്ന് അദീപിക്കാൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ആയിരുന്നു ഈ യാഡ്ലിൻ്റെ ഈ പെർഫ്യൂം. സംഭവം എൻ്റെ ഉപ്പാൻ്റെ പെർഫ്യൂമാണ്, പക്ഷെ ഞാൻ ഉപയോഗിക്കും, എനിക്കങ്ങനെ ഇതൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ കൊളാവാൻ തുടങ്ങുന്നുണ്ട്, ഫാൻ ഇട്ടുന്നതുകൊണ്ട് ഇത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ഈ പെർഫ്യൂം കൂടി ഞാൻ അടിക്കുന്നുണ്ട്, കാരണം ഈ സ്മെല്ല് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട് പോവും അതില്ലെന്നാണ് പറഞ്ഞേക്കൽ. അപ്പം അതുകൂടി ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു ബാഗും കൂടി കിട്ടാൻ ഞാൻ ആ കോളേജിൽ തന്നെ പോകും. ഓൾ ബെസ്റ്റ്. പിന്നെ ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇപ്പം വിളിച്ചായിരുന്നു ഫുഡ് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ക്യാമറ സെറ്റ് ഇതിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫോൺ കുത്തി വെച്ചിട്ടാണ്. സോ ഒരു ഫോണ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ ഇത് നേരെ അങ്ങോട്ട് വ്യൂ കിട്ടും. പിന്നെ ഒരു ഫോൺ ഞാനിതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും മൂപ്പര് കാണും, മറ്റേത് കാണൂല, നേരെ അങ്ങോട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലെ ഫോൺ ഞാൻ എൻ്റെ കയ്യിലും പിടിക്കും, അഥവാ എക്സ്പ്രഷൻ മിസ്സായാലും. ബൈ ബൈ, സർപ്രൈസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും ആവില്ലേ. എനിക്കെന്താ ഇപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ എപ്പോഴും ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല കിട്ടില്ല. പക്ഷെ എനിക്ക് എന്നെ കണ്ടിട്ട് എന്താ പോലെ തോന്നുന്നു. റീൽസ് അയച്ചിരിക്കാൻ പോയി കണ്ടോ, ഇത്ര റീൽസ് അയക്കുന്നത്, എന്നിട്ട് നല്ല വൃത്തിയിൽ റീൽസ് അയക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല, ഞാൻ അധികം ലോങ് ഡ്രസ്സസ് ആയിരുന്നു അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ റയർ ആയിട്ട് എപ്പോഴും കോളേജിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ റീൽസ് അയച്ചിരിക്കാം, നമ്മളധികം ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ള ഇടില്ലല്ലോ. അപ്പോൾ അത് ഇപ്പം എൻ്റെ അടുത്ത് ലോങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊന്നും ഇല്ലാത്തതാണ് ഞാൻ അതൊന്നും ഇട്ടിട്ട് നോർമൽ ഇട്ടാണ്. ചിലപ്പോൾ അതോടെ വന്നാൽ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ തരുന്നുണ്ട്, ഏതെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനെ ഇടാം. ഇങ്ങനത്തെ കൂടി ചുറ്റാൻ ഉണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ അടുത്ത് മേലെ കൂടി ഇടാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാവും. വെയിറ്റ് ചെയ്ത് ചൂടെടുക്കുന്നു. എന്തോന്ന് തോന്നണില്ലേ? ഞാൻ സർപ്രൈസ് ആയി കൊഴിഞ്ഞെടുത്ത് പണ്ടത്തെ രസമല്ല, പണ്ടത്തെ ഡ്രസ് അധികം തോന്നി. ഒന്നാമത് ഡ്രസ്സിന്റെ പ്രശ്നമുണ്ട്. വേണമെങ്കിൽ ഒന്ന് സ്മെല് ചെയ്ത് നോക്കന്നെ. ഏണ്ട് പറ, എങ്ങനെയുണ്ട് പറ. പണ്ടത്തെ രസമില്ല, പണ്ടത്തെ രസമില്ല അതില്ലേ. ഇപ്പൊ വെറുതെ ഇല്ലേ, ഞാൻ കൂടെ ആദ്യം പറഞ്ഞതാ, ഇത് ചിലപ്പോ ഒന്നും തരൂല, ഞാൻ വെറുതെ ഒരുക്കി കെട്ടിക്കണാവും. ആ ഫാൻ നോക്കിയോ, ചിലപ്പോ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. പണ്ടത്തെ രസമില്ലാന്ന് പറഞ്ഞേ, പണ്ട് എന്റെ മുഖത്ത് കൊറേ കുരികളൊക്കെ ഉണ്ടേനി. പിന്നെ ഇതൊക്കെ കുറവുണ്ട്. പബ്ലിക്കായിട്ട് റോസ്റ്റ് ചെയ്യുന്നോ? അത് ഇഷ്ടപ്പെട്ടില്ല. പണ്ടത്തെ രസമല്ല, വലിയ തല്ലല്ല, വലിയ വിലൊന്നും ആയിട്ടില്ല. എന്റെ ബാഗ് ഇങ്ങനെ അത് ക്രാബ് പൊട്ടിപ്പോയില്ലേ. ഇപ്പൊ ക്രാബ് ഇല്ലല്ലോ, ഇത് വെച്ചിട്ടല്ലേ ചെയ്യണേ. ലൈറ്റ് നോക്കട്ടെ. അപ്പൊ ഗൈസ്, ഇവിടെ ക്യാമറ ഒന്നുകൂടെ ഓഫ് ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. അങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കെട്ടി നടന്നോടെ. ഇതേമാതിരി ഞാൻ ചുറ്റി കെട്ടി നടക്കണത് ഇവിടെ. പണ്ടത്തെ കോലം എന്തോ കോലം ഇവിടെ ഇങ്ങനെ കണ്ടിട്ട്. ക്യാമറ ഓഫ് ചെയ്തപ്പോ മൂപ്പര സ്വഭാവമൊക്കെ പുറത്തേക്ക്. അതെനിക്ക് ഉറപ്പാണ്, ക്യാമറ കണ്ടോന്നും പറയില്ല. പക്ഷെ എനിക്ക് പിന്നെ പണ്ടത്തെ ദീപിക്കാനായിട്ട് ഇഷ്ടം. ഇതെന്തത് അന്ന് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അപ്പൊ അതില്ല, അല്ല ഇപ്പൊ ക്യൂട്ടാണ്, ലുക്കാണ്, പക്ഷെ അന്നത്തെ അതില്ല. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മള് വിചാരിച്ച ആ ഒരു സ്ഥലം മൂപ്പര് കൊള്ളാക്കി, ബാക്കിയെല്ലാ സ്ഥലം ഞാൻ അടിപൊളിയാക്കി. ആ ഒരു സ്ഥലം മൂപ്പര് കൊള്ളാക്കി.
ഞാനും കൂടി കണ്ടില്ല. വേണ്ട ഓല് കണ്ടോളൂ. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ജസ്റ്റ് ഈ ഒരു സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഒന്ന് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാനാണ് ആക്ച്വലി സർപ്രൈസ് ആയത്, ഒരു റിയാക്ഷനും തരാത്ത ഒരാള്. അപ്പൊ അത്രേ ഉള്ളൂ. പുതിയൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ പറ കിട്ടി ഒന്നും പറഞ്ഞില്ല, പറ കിട്ടി. പിന്നെ കാണാൻ പറയും, പിന്നെ കാണാം. എന്ത് ഞാന് അവസാനിപ്പിക്കാണ് അടുത്ത വ്ളോഗിൽ. ഞാൻ ഒന്നും ഇപ്പൊ ചെയ്തില്ലല്ലോ അവസാനിപ്പിക്കാന്. ഗൈസ്, ബൈ ബൈ.